പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 2-ാം മാസത്തിൻ്റെ 28ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, 2 മാസക്കാലം അതിവേഗത്തിൽ കടന്നു പോകുവാനിടയായി. ഈ 2-ാം മാസത്തിൻ്റെ 1-ാമത്തെ പ്രഭാതം കണ്ട നമ്മെ ഈ മാസത്തിൻ്റെ ഒടുവിലത്തെ 28ാമത്തെ പ്രഭാതവും ദൈവം ആയുസ്സോടെ ആരോഗ്യത്തോടെ നമ്മെ കാണുമാറാക്കിയ ദൈവകൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തെ സ്തുതിക്കുന്നു. കണ്ണിനെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും 2 മാസത്തോളം നമ്മെ സൂക്ഷിച്ച് പരിപാലിക്കുവാനിടയായി. നമ്മെ 2 മാസമല്ല, നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന ഉദരത്തിൽ വെച്ച് തന്നെ നമ്മെ കാണുകയും നമ്മെ കരുതുകയും നമ്മെ പേർ ചൊല്ലി വിളിക്കുകയും ചെയ്ത ആ അരിമനാഥനെ ഇന്ന് പ്രഭാതത്തിലും നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിപ്പാനും ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവം നമുക്ക് തന്ന വിലയേറിയ എല്ലാ അവസരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ നന്ദിയും സ്നേഹത്തെയും വന്ദനത്തെയും എല്ലാവരെയും ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം നാം ഇപ്രകാരം വായിക്കുന്നു: സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണം എന്നും പിതാവ് ഇച്ഛിക്കുന്നു. പഴയ നിയമ ആരാധന കർമ്മ നിബിഡവും വളരെയധികം നിബന്ധനകൾക്ക് വിധേയവുമായിരുന്നു. ആരാധനകളുടെ ഭാഗ്യവും ആന്തരികവുമായ ശുദ്ധീകരണങ്ങൾ, ആരാധനക്കാരൻ്റെ വസ്ത്രധാരണ രീതികൾ, ആരാധന വസ്തുക്കൾ തിരഞ്ഞെടുക്കുന്നതിനുള്ള നിഷ്ഠകൾ, സ്തോത്രം, ആരാധിക്കുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ, ആരാധനയെ തിരഞ്ഞെടുക്കുന്ന പാട്ടുകൾ, ഉപയോഗിക്കേണ്ട സംഗീത ഉപകരണങ്ങൾ, ആരാധനകൾക്ക് നേതൃത്വം കൊടുക്കുന്നവരുടെ തിരഞ്ഞെടുപ്പുകൾ എന്നുവേണ്ട സകല കാര്യങ്ങൾക്കും വളരെ കർശന നിബന്ധനകളും ചട്ടങ്ങളും ഉണ്ടായിരുന്നു ആരാധനയിൽ. പഴയകാല ആരാധനയിൽ ഇവയെല്ലാം കൃത്യമായി പാലിച്ചില്ല എങ്കിൽ ദൈവം അവിടെ ആരാധനയിൽ പ്രസാദിക്കുമായിരുന്നില്ല എന്ന് മാത്രമല്ല, ദൈവിക ശിക്ഷകളും ലഭിക്കുമായിരുന്നു. ഇനി പുതിയ നിയമകാലത്തിലേക്ക് വരുമ്പോൾ ആരാധനയ്ക്ക് പ്രത്യേക സ്ഥലങ്ങളോ ദിവസങ്ങളോ വസ്തുവകകളോ ഒന്നും നിർദ്ദേശിച്ചിട്ടില്ല. ആരാധനയെ സംബന്ധിച്ച് ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ടതും വരും തലമുറകളും അനുവർത്തിച്ച് പോരേണ്ടതുമായ ദൈവസഭയ്ക്കുള്ള ഉപദേശം ശമരിയക്കാരി സ്ത്രീയുമായുള്ള സംഭാഷണത്തിൽ കർത്താവ് അത് വെളിപ്പെടുത്തിയിരിക്കുന്നതാണ് നമുക്ക് കുറിവാക്യമായി നാം വായിക്കുവാനിടയായത്. സത്യനമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു എന്ന് യേശു തന്നെ വളരെ വ്യക്തമായി പറയുന്നു. അപ്പോൾ ആത്മാവുണ്ട് എന്ന് നാം തിരിച്ചറിയണം. ജീവിതത്തിൽ ദൈവവചന പ്രകാരമുള്ള വിശുദ്ധ ജീവിതമോ വിശുദ്ധീകരണങ്ങളോ ഇല്ലാതെ ആരാധന കൂട്ടങ്ങളിൽ വലിയ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടോ മണിക്കൂറുകളോളം അന്യഭാഷ പറഞ്ഞത് കൊണ്ടോ പാടി നൃത്തം ചെയ്തത് കൊണ്ടോ ബന്ധനം അഴിയുകയോ കെട്ടുപൊട്ടുകയോ ചെയ്യുകയില്ല. വ്യവസ്ഥ പ്രകാരമുള്ള ആരാധനയിൽ ദൈവശബ്ദങ്ങളും ചലനങ്ങളും ഉണ്ടാകുമെങ്കിലും കാഹളങ്ങളും ശബ്ദകോലാഹലങ്ങളുമല്ല ആരാധന എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിലെ നവീന ചിന്താഗതിക്കാർ ചെയ്യുന്നത് പോലെ ആട്ടവും പാട്ടും നൃത്തവും ഉന്തി വീഴ്ത്തൽ, തള്ളി വീഴ്ത്തൽ, വീണയും കിന്നരവും മറ്റു സംഗീത ഉപകരണങ്ങളുടെ ശബ്ദകോലാഹലങ്ങളും കേട്ടാൽ ദൈവം അടങ്ങിയിരിക്കുകയില്ല എന്നും എത്രയും വേഗം ഇറങ്ങി വന്ന് പാടുന്നവരുടെ അടുക്കൽ വന്ന് അവരെ വിടുവിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമെന്ന് ജനത്തെ പറഞ്ഞ് കബളിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു. എന്നാൽ ശബ്ദമുണ്ടാക്കുമ്പോൾ അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമല്ലെന്നും പ്രമാണ
പ്രമാണപ്രകാരം അല്ലാതെ ആരാധിച്ചാൽ അപകടവും മരണവും ഉണ്ടാകുമെന്നും വചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. ഒരിക്കൽ ഇസ്രായേൽ ജനം പെട്ടകം പാളയത്തിൽ കൊണ്ടുവന്ന് അതിൻ്റെ മുമ്പിൽ ഭൂമി കുലുങ്ങും വണ്ണം ആരാധിച്ചെങ്കിലും ജനത്തിൽ 30,000 പേർ ഒറ്റയടിക്ക് മരിക്കുകയും ജനം പരാജയപ്പെടുകയും ചെയ്തു. ആരാധന കഴിഞ്ഞപ്പോൾ പെട്ടകം ഫെലിസ്ത്യരുടെ കയ്യിലും എത്തി. ഏലിയുടെ മക്കൾ കൊല്ലപ്പെടുകയും ചെയ്തു. ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണ ശക്തിയോടെ പാട്ടുപാടിയും കിന്നരം, വീണ, തപ്പ്, കൈത്താളം, കാഹളം എന്നീ വാദ്യങ്ങൾ ഘോഷിച്ചുകൊണ്ട് നൃത്തം ചെയ്തു. ഇതിന് നേതൃത്വം നൽകിയതോ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്ന ദാവീദ്. എങ്കിലും വ്യവസ്ഥയില്ലാതെ പെട്ടകം കൊണ്ടുവന്നതിനാൽ കാള വിരളുകയും ഊസ കൊല്ലപ്പെടുകയും ചെയ്തു. വചനത്തിൻ്റെ സത്യങ്ങൾ ഗ്രഹിക്കാതെയും അതിനനുസരിച്ച് ജീവിക്കാതെയും ചെയ്തിട്ട് ഓർക്കസ്ട്രയുടെയും പിൻബലത്തോടു കൂടിയാണ് പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തിയാൽ അത് ഹല്ലേലൂയ പാതാളത്തിൻ്റെ ആഴം വർദ്ധിക്കുകയല്ലാതെ സ്തോത്രം ഹല്ലേലൂയ. പ്രിയ ദൈവവൈതലെയും പാതാളത്തിൻ്റെ ആഴം വർദ്ധിക്കുന്നതല്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ചലനവും ഉണ്ടാകുകയില്ല. ഇതെല്ലാം ശാപത്തിലേക്ക് പോവുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. പ്രിയ ദൈവവൈതലേ, ആരാധന വചന വ്യവസ്ഥയിൽ നിന്നുള്ളതായിരിക്കണമെന്നും വചനപ്രകാരം ജീവിക്കുന്നവൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നിന്നും മറ്റ് സ്തോത്രം ഹല്ലേലൂയ ഒരു വ്യക്തിയുടെ പ്രേരണ കൂടാതെ ശക്തമായ ആത്മപ്രവാഹത്തിൽ ഉയരുന്ന സ്തോത്രവും സ്തുതികളുമാണ് ആരാധന. ആമേൻ, ഹല്ലേലൂയ. അത് അങ്ങനെയാണ് ഉണ്ടാകേണ്ടത് ആരാധന. എല്ലാ സംഗീത ഉപകരണങ്ങളും ആരാധനയിൽ ഉൾപ്പെടുത്താമെങ്കിലും ആരാധിക്കുന്ന വ്യക്തികൾ ദൈവവുമായി ബന്ധമില്ലാതെയും വചനത്തിൻ്റെ വ്യവസ്ഥയില്ലാതെയുമാണ് ജീവിക്കുന്നതെങ്കിൽ വീണവായനയോ അത് വീണവായന പിന്നെ പ്രാണവേദനയായി മാറുകയേ ഉള്ളൂ. പ്രിയ ദൈവവേദലേ, നൃത്തവും പാട്ടും ദൈവത്തിന് ഇഷ്ടമല്ലെന്നല്ല അതിൻ്റെ അർത്ഥം. വ്യവസ്ഥയില്ലാതെയും ജീവിത വിശുദ്ധിയില്ലാതെയുമുള്ള ആരാധന ദൈവം കൈക്കൊള്ളുകയില്ല എന്ന് മാത്രമേ ഉള്ളൂ. വ്യവസ്ഥയില്ലാതെ പാപം ചെയ്തിട്ട് വ്യഭിചാരം ചെയ്തിട്ട് നീ വന്ന് വർഷിപ്പ് നടത്തി കഴിഞ്ഞാൽ അത് ദൈവം പ്രസാദിക്കത്തില്ല. അത് നിനക്കും സഭയ്ക്കും അത് കൂടെ ആരാധിക്കുന്നവർക്കും അത് ശാപമായി മാറുകയുള്ളൂ. ശൗലിന് വീഴ്ച ഉണ്ടാകുന്നതിന് മുമ്പ്, രാജ്യഭാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ വ്യവസ്ഥ പ്രകാരം ദൈവത്തെ ആരാധിക്കുന്ന പ്രവാചക ഗണത്തിൻ്റെ മധ്യേ താൻ എത്തിപ്പെട്ടപ്പോൾ ശൗൽ ദൈവത്തിൽ ദൈവാത്മാവിൽ നിറയുകയും പ്രവചിക്കുകയും ചെയ്തു. എന്നാൽ ദൈവത്താൽ വിളിക്കപ്പെടുകയും തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത സ്തോത്രം ചെയ്തവർ ശരിയായുള്ള ആരാധന കൂട്ടങ്ങളിൽ സംബന്ധിക്കുമ്പോൾ അവരിൽ ആത്മാവ് ഉണ്ടാവുകയും കൃപാവരങ്ങൾ നിറയുകയും ചെയ്യും എന്നുള്ളതിന് സംശയമില്ല. എന്നാൽ ശൗൽ ദൈവകൃപയിൽ നിന്നും വീണപ്പോൾ ദൈവം കൂടെ ഉള്ളവനും ദൈവകൃപയുള്ളവനും കിന്നരവായനയിൽ നിപുണനുമായ ദാവീദ് കിന്നരം വായിച്ചപ്പോൾ ശൗൽ നിന്നും ദുരാത്മാവ് വിട്ടുമാറുകയും ശൗല് സുഖവും ആശ്വാസവും പ്രാപിക്കുകയും സ്തോത്രം ചെയ്തു. അനവധി സന്ദർഭങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഇന്നും ഭക്തന്മാർ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ഇടങ്ങളിൽ ഭൂതബാധിതർ വിടുവിക്കപ്പെടുന്ന നിരവധി അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അതേ വിശുദ്ധിയോടെ ദൈവകൃപയോടെ വീണയും കിന്നരവും ഉണർത്തിയാൽ ദൈവമുണരും, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. അതിന് സംശയം വേണ്ട. എന്നാൽ നാം കർത്താവിലേക്ക് തിരിഞ്ഞ് വരികയും വ്യവസ്ഥ പ്രകാരം കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുകയും വേണം. വ്യവസ്ഥ പ്രകാരം സ്നാനമേൽക്കണം. ദൈവകൃപയിൽ നിലനിൽക്കണം. കൊടിക്കീഴിലല്ല സ്തോത്രം സ്നാനം. തലയിൽ വെള്ളം കൊണ്ട് തളിക്കുന്നതല്ല സ്നാനം. യേശു കർത്താവ് 30-ാമത്തെ വയസ്സിൽ യോർദാനിൽ മുങ്ങി സ്നാനമേറ്റ സ്തോത്രം ഹല്ലേലൂയ. ആ വചനപ്രകാരം നീ സ്നാനമേറ്റ് ദൈവകൃപയിൽ ആരാധിക്കുമ്പോൾ നിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിക്കും. ഓർക്കസ്ട്രയുടെ ശബ്ദമല്ല മുമ്പിൽ കേൾക്കേണ്ടത്, പാടുന്നവൻ്റെ ശബ്ദമാണ് മുമ്പിൽ നിൽക്കേണ്ടത്. സംഗീതക്കാർ മുമ്പിൽ നടന്ന് വീണക്കാരും പിമ്പിൽ നടന്നു, തപ്പുകൊട്ടുന്ന കന്യകമാർ ഇരുപുറവും നടന്ന് ഹല്ലേലൂയ
ആമേ സ്തോത്രം, പൊള്ളയായ ശബ്ദകോലങ്ങളിൽ അല്ല നമ്മുടെ അനുതാപത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും നന്ദിയുടെയും കണ്ണുനീരുകളും ആമേ ദൈവസ്തുതികളും ആണ് കർത്താവ് നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. ആകയാൽ നിരാശകളും ഭാരങ്ങളും വെടിഞ്ഞ് രാപ്പകൽ വ്യത്യാസം കൂടാതെ നമ്മുടെ ആയുഷ്കാലം ഒക്കെയും ഭയം കൂടാതെ തിരുമുമ്പിൽ വിശുദ്ധിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകട്ടെ. ദൈവം നമ്മെ ഈ പ്രഭാതം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം, നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങളെയും ഈ പ്രഭാതം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വിശുദ്ധിയോടെ വേർപാടോടെ ആമേ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് ദൈവ മക്കളായി തീരുവാൻ, ദൈവകൃപയിൽ നിലനിൽപ്പാൻ, നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിപ്പാൻ സ്വർഗം ഞങ്ങളെ എല്ലാവരെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കുന്ന നന്മകളാൽ നിറയ്ക്കണം, മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.